നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇൻവൈറ്റ് കുമാരി ആര്യ രാജ് ഫ്രം കോഴിക്കോട്. തൻ്റെ ശാരീരികമായും മറ്റുമുള്ള വെല്ലുവിളികൾ അതിസമർത്ഥമായി നേരിട്ടുകൊണ്ട് അക്കാഡമിക് ബ്രില്യൻസ് തെളിയിച്ചിട്ടുള്ള 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഫുൾ മാർക്ക് വാങ്ങി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുമാരി ആര്യരാജ്, ആ കുമാരി ആര്യരാജയുടെ ഏറ്റവും വലിയ ഒരാഗ്രഹമാണ് ഐസറിൽ ചേർന്ന് ആസ്ട്രോബയോളജിക്ക് പഠിക്കണമെന്നുള്ളത്. അതിന് എൻട്രൻസ് എഴുതുന്ന സമയത്ത് അതിന് ചെറിയ കുട്ടിക്ക് അതിൻ്റേതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് എക്സ്ട്രാ ടൈം വേണമെന്നുള്ളത് കൊണ്ട് തന്നെ അത് ഡിപ്പാർട്ട്മെൻറ്റ് അത് നിഷേധിച്ചപ്പോൾ അവിടെ കോഴിക്കോട് ജില്ലാ നിയമസേവന അതോറിറ്റി ഓണറബിൾ ഹൈക്കോടതിയിലെ ഓണറബിൾ ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഇടപെടുകയും അനുവാദം വാങ്ങിക്കൊടുക്കുകയും ആ പരീക്ഷ എഴുതി 5ാം റാങ്കോടെ പരീക്ഷ പാസ്സാവുകയും ഇന്ന് ഐസറിൽ അഡ്മിഷൻ നേടിയിരിക്കുകയാണ്. ഏറെ ആദരവോടെ, സന്തോഷത്തോടെ, ബഹുമാനത്തോടെ കുമാരി ആര്യരാജിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. ഈ പരിപാടിക്ക് നന്ദി പ്രഭാഷിക്കുന്നത് ശ്രീമതി വി കെ സുജാത, അഡീഷണൽ രജിസ്ട്രാർ, ഹൈക്കോർട്ട് ഓഫ് കേരള. അധ്യക്ഷനായ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഷാജി പി ചാലി, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഹോണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് എസ് പി ഭാട്ടി, ഹൈക്കോടതി ജഡ്ജിമാരായ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് അനൂഷ് ശിവരാമൻ, ജസ്റ്റിസ് പി ജി അരുൺ, നമ്മളുടെ അതിഥിയായി പ്രത്യേക ക്ഷണിതാവായി ഇവിടെ എത്തിയിരിക്കുന്ന കുമാരി ആര്യ, ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി നിസാർ അഹമ്മദ്, ശ്രീമതി. We have with us our special guest Arya Raj. She was born at Government Hospital Mahi on 10/6/2003. She is now 18 years of age. She has been diagnosed with locomotor disability due to cerebral palsy. Despite that, she has attained great achievements in academics and co-curricular activities. Here are a few among them. She was the USS winner while she was in 7th standard during the period 2015 to 16. She was selected and participated in Indian International Science Festival IISF held in New Delhi during 2017 to 18. She was also selected as a member to the Gifted Students Group of Kerala Education Department for the period 2016 to 19. She is also the UNICEF Child Achiever Award winner. Now, may I invite Honorable Mr. Justice S.V. Bhati to present a memento to Arya Raj. I also request all the dignitaries to join the same. Also, I request everyone to kindly raise and giving a standing ovation to her. She truly deserves the same. Thank you, sir. Gandhiji once said, think of poorest person you have ever seen and ask if your next act will be of any use to him. That's where the District Legal Services Authority Kozhikode has stepped in to help Arya in achieving her dreams. I invite Arya and also her parents to share a few words with us.
Honorable judges, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാൻ ഈ സ്നേഹത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും ശിശുദിനാശംസകളും നേരുന്നു. നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ന്. അദ്ദേഹത്തെ പറ്റി ആദ്യം പറയുമ്പോൾ നമ്മളെല്ലാവരും പറയുക സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു എന്നാണ്. എന്നാൽ അതിനേക്കാളുപരി ജനങ്ങളിൽ, പ്രത്യേകിച്ച് കുട്ടികൾ, ശാസ്ത്രീയ ബോധം വളർത്താൻ വേണ്ടി വളരെയധികം സഹായിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ് ജവഹർലാൽ നെഹ്റു. സയന്റിഫിക് തമ്പ് എന്ന വാക്ക് ആദ്യമായി ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് തന്നെ ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയ നമ്മൾ എല്ലാവരും ശാസ്ത്രീയ ബോധത്തോടെ ജീവിക്കണം എന്നുള്ളത് ജവഹർലാൽ നെഹ്റുവിന്റെ പരിശ്രമത്തോടു കൂടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഒരു കാര്യമാണ്. എനിക്ക് സയൻസ് നല്ല താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക്
+2 സയൻസ് പഠിച്ച് 1200 മാർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ജസ്റ്റിസ് ആയ ബൈജു സാറും പിന്നെ കോഴിക്കോട് DLSയുടെ പ്രസിഡന്റായ സൈജൽ സാറും എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ അഭിനന്ദിച്ചു. അത് എനിക്ക് വളരെയധികം മോട്ടിവേഷൻ നൽകി. പിന്നെ കോഴിക്കോട് DLS ജില്ലാ കോടതിയിൽ വെച്ച് എനിക്ക് ഒരു അനുമോദനവും നൽകിയിരുന്നു. അപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് സാറാണ് എനിക്ക് അനുമോദനങ്ങൾ നൽകാൻ വേണ്ടി എത്തിച്ചത്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെയധികം എന്നെ മോട്ടിവേറ്റ് ചെയ്തു. പിന്നീട് അനുമോദന ചടങ്ങിന് ശേഷം എനിക്ക് വേണ്ട സയന്റിഫിക് ബുക്കുകൾ ഏതൊക്കെയാണ് എന്ന് ഫോണിൽ വിളിച്ചു അദ്ദേഹം അന്വേഷിച്ചു. അതെല്ലാം ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്നത്. ഒരു ഹൈക്കോടതി ജസ്റ്റിസൊക്കെ എന്നെ വിളിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവ് എത്രത്തോളം പറഞ്ഞറിയിക്കാനാവില്ല. പിന്നീട് എനിക്ക് ഐസറിൽ പഠിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഐസറിൽ പഠിച്ചിട്ട് ആസ്ട്രോബയോളജിയിൽ റിസർച്ച് ചെയ്തു. ആസ്ട്രോബയോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം പരിചയമുണ്ടാവില്ല. ആസ്ട്രോഫിസിക്സ് നമുക്ക് കേട്ടിട്ടുണ്ടാവും. ആസ്ട്രോബയോളജി ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലില്ല എന്ന് പറയാം. നാസയിലും സ്പേസിലും ആണ് ഇപ്പോ ആസ്ട്രോബയോളജി കാര്യമായ റിസർച്ച് നടക്കുന്നത്. അതിനെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു, ISROയിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ISROയിൽ പഠിക്കണം എന്നതായിരുന്നു ഞാൻ തെരഞ്ഞെടുത്ത മാർഗം. ISROയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം എങ്കിൽ ഹോൾ ടിക്കറ്റ് വന്നപ്പോ അതിൽ എനിക്ക് സ്കൈബിനെ പറ്റിയിട്ട് എല്ലാം ഒരു ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് സംസാരിക്കാനും എഴുതാനും പ്രയാസമാണ്. അതുകൊണ്ട് എനിക്ക് ഒരു അനുയോജ്യമായ സ്കൈബും എക്സ്ട്രാ ടൈമും ആവശ്യമായിരുന്നു. അപ്പോ കോഴിക്കോട് DLSയുടെ പ്രസിഡന്റായിട്ടുള്ള സൈജൽ സാറിന്റെ നേതൃത്വത്തിൽ ഒരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടായി. ഐസറിന്റെ കൊൽക്കത്തയിലെയും തിരുവനന്തപുരത്തെയും മേധാവികൾ അതിലുണ്ടായിരുന്നു. 2 ദിവസത്തെ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ്
അവർ അതിന് സമ്മതിക്കുന്നു. ഐസർ മേധാവികൾ വളരെയധികം നല്ല മനസ്സിന് തന്നെയാണ്. ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളാലാണ് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയത്. എന്നാൽ രണ്ടാമത്തെ ദിവസം അവ അത് അംഗീകരിക്കുകയുണ്ടായി. എനിക്ക് അനുയോജ്യമായ സ്കൈബിനെയും പിന്നെ എക്സ്ട്രാ ടൈമും എനിക്ക് അനുവദിച്ചിട്ടുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം ആയി. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഐസറിൽ അഡ്മിഷൻ കിട്ടിയത്. ഓൾ ഇന്ത്യ ലെവലിൽ എൻ്റെ കാറ്റഗറിയിൽ 5ാം റാങ്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ JEE മെയിൻ എക്സാം എഴുതിയിരുന്നു. അതിൽ ഓൾ ഇന്ത്യ ലെവലിൽ 44ാം റാങ്കാണ് എനിക്ക് കിട്ടിയത് എൻ്റെ കാറ്റഗറിയിൽ. അതുവഴി എനിക്ക് LICയിലൊക്കെ സുഖമായിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് ജോലിയല്ല പ്രധാനം. എനിക്ക് സയന്റിഫിക് മേഖലയിൽ റിസർച്ച് ചെയ്തിട്ട് നമ്മുടെ രാജ്യത്തിന് കൂടുതൽ മുതൽക്കൂട്ടാവണം എന്നുള്ള ഇതാണ്. നിങ്ങൾ നൽകുന്ന ഓരോ പ്രോത്സാഹനങ്ങളും എനിക്ക് ശാരീരികമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഭാവിയിലെ ശാസ്ത്രഗോളമുള്ളവരായി നിങ്ങൾ വളരണം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you so much, Arya. You are truly an inspiration for all of us here. It's true that there is no greater disability in the society than to see a person with inability. Now, I request Arya's parents to share a few words. ആരാധ്യരായ നമ്മുടെ കേരള ഹൈക്കോടതി ജഡ്ജസ്, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ജഡ്ജ്, ആരാധ്യനായ ജഡ്ജ് നിസാർ അഹമ്മദ് സാർ, ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ അനുഭവം ശരിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയും അതുപോലെ ലീഗൽ സർവീസ് അതോറിറ്റി പോലെയുള്ള നിയമ സംവിധാനങ്ങളും നിയമസേവന കേന്ദ്രങ്ങളും മനുഷ്യരിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. ഇത് ഞങ്ങൾക്ക് പ്രചോദനവും സമൂഹത്തിന് ഒരു ആവേശവുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്ക് മോള് പറഞ്ഞതുപോലെ ഒരുപാട് ശാസ്ത്രമേഖല, ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിലൊക്കെ മോള് പ്രകൃതിയെ സംരക്ഷിക്കുന്ന നിർമ്മാണ രീതികൾ, ഇന്നത്തെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ കുറയ്ക്കുന്ന ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിം ഇതിലൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ട് പരിസ്ഥിതി സംബന്ധമായ. ഇതൊക്കെ സമൂഹത്തിൻ്റെ ഒരു പിന്തുണയും കൂടി കൊണ്ടാണ് നമുക്ക് ഇപ്രാവശ്യം ഐസറിൽ മോൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കടമ്പ തരണം ചെയ്ത് കിട്ടിയത്. കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ശ്രമഫലമായി കൂടിക്കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ.
അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, അന്ന് ഇപ്പോൾ ഈ ജഡ്ജ്മെൻ്റ് ഇതൊക്കെ 2 ദിവസത്തെ ഗൂഗിൾ മീറ്റ് കഴിഞ്ഞപ്പോൾ ഞാനും ആ ഗൂഗിൾ മീറ്റിൽ മോളും പങ്കെടുത്തിരുന്നു. പിന്നെ ഈ ഇതിൽ അപ്പോൾ ഇതിനൊരു ഓർഡർ വേണമായിരുന്നു. ഈ കോടതിയുടെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ഓർഡർ വേണമായിരുന്നു. അന്നിപ്പോൾ നമുക്ക് പരാതിക്കാരെ ആര്യയുടെ സൈൻ വേണം. പക്ഷെ അപ്പോൾ വിളിച്ചു, അപ്പം 2 ദിവസം ഇനി എക്സാമിന് ബാക്കിയുള്ളൂ ആ സമയത്ത്. അപ്പോൾ വിളിച്ചപ്പോൾ എനിക്ക് മോളെ കൊണ്ടുപോകാനില്ല, വൈഫ് ജോലിക്ക് പോയി, വീട്ടിലാരുമില്ല. പിന്നെ വീട്ടിലേക്ക് വണ്ടി എത്തുകയില്ല, കുറച്ച് ദൂരം 10, 20, 30 മീറ്ററോളം ചെറിയ വഴിയാണ്. അപ്പം ടൗണിൽ പോയി ഓട്ടോ വിളിച്ച് വരണം ഇവിടെ മോളെ കോർട്ടിലെത്തിക്കാൻ. പക്ഷേ വീട്ടിലാരുമില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. അന്ന് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറിയായ ജഡ്ജ് ഷൈജൽ സാറ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ മോളെ കൊണ്ട് ഒപ്പിടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ കോടതി വീട്ടിലേക്ക് വരികയായിരുന്നു. അത് ഞങ്ങൾക്ക് വലിയ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കടപ്പാടുണ്ട്. ഭയങ്കര ഒരു സംഭവമാണ്, കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. എന്നിട്ടാണ് ഒപ്പിടിച്ച് കൊണ്ടുപോയത്. അതാണ് ഞാൻ പറഞ്ഞത്, നീതിന്യായ വ്യവസ്ഥ നമ്മളിലേക്ക്, മനുഷ്യരിലേക്ക്, ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൃഷ്ടാന്തമാണ് പ്രകടമായത്. അത് നമുക്ക് എല്ലാവർക്കും സമൂഹത്തിനും ആവേശമാണ്. അതോടൊപ്പം ഈ DLSA ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് തന്നെ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ലേബർ കോർട്ട് ജഡ്ജായ ബൈജു സാറ്, RL ബൈജു സാറ്, അതുപോലെ ISROയുടെ മുൻ ഡയറക്ടർ കുട്ടി സാറ്, ഷജിൽ സാറ്, അതുപോലെ അങ്ങനെയുള്ള ഒരു വഴിയാണ് റോഷൻ ബിജിലി CRC ഡയറക്ടർ. അദ്ദേഹം അവർ വീട്ടിൽ വന്ന് മോളെ അഭിനന്ദിച്ച സമയത്ത്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് സാർ, ഹൈക്കോടതി ജഡ്ജി ഞങ്ങളെ വിളിക്കുക, മോൾക്ക് ഏത് ഇഷ്ടപ്പെട്ട പുസ്തകമാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ച് വിളിച്ചതൊക്കെ വലിയൊരു അനുഭവമാണ്. അത് നമുക്ക് എല്ലാവർക്കും ആവേശം വരുന്നതാണ്. അതോടൊപ്പം ഇന്ന് ഐസറിലെ 5ാം PWD കാറ്റഗറിയിൽ 5ാം റാങ്ക് കിട്ടിയപ്പോൾ വീണ്ടും 2ാമതും DLSA ഇന്നലെ നമുക്കൊരു സ്വീകരണ പരിപാടി അറേഞ്ച് ചെയ്തിരുന്നു. അവിടെയും ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് സാർ വന്നിരുന്നു. അദ്ദേഹം അയാളുടെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, പത്രവാർത്തയിലാണ് മോളുടെ വീട്ടിലേക്കുള്ള വഴിയില്ലാത്തതിൻ്റെ പ്രശ്നം മനസ്സിലായി, അത് പെട്ടെന്ന് ഇടപെടേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അതൊക്കെ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. വേറെ ആരും അങ്ങനെ സൂചിപ്പിച്ചു, ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഇവിടുത്തെ ഹൈക്കോടതി ജഡ്ജസിൻ്റെ ഒരു പ്രതിനിധിയായിട്ടുള്ള ആരാധ്യരായ ആ ജഡ്ജിയോടും ഇവിടെയുള്ള എല്ലാ ജഡ്ജി സമൂഹത്തിനോടും ഈ കോടതിയോടും ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾക്ക് വരാനും ഇത്തരമൊരു വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയോടും ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. Thank you so much, sir. Now, I invite Srimati V.K. Sujata ma'am